ഹലോ 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 സാറിന്റെ പേര് അയ്യപ്പൻ എന്നല്ലേ? പറയൂ ആരാ വിളിക്കുന്നേ? ടൂ വീലറുടെ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നാണ്. ഓക്കെ പറയൂ. ആക്സിസിന്റെ ഇൻഷുറൻസ് അടച്ചോ? ആക്സസ് ഇൻഷുറൻസ് ഇത് എവിടുന്നാ വിളിക്കുന്നേ? റിലയൻസിന്റെ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നാണ്. എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാബേസ് മുഴുവൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ? ആര് പറഞ്ഞിട്ട് വിളിക്കുന്നേ? ഞങ്ങളുടെ കമ്പനി പറഞ്ഞിട്ടാ വിളിക്കുന്നേ. കമ്പനിക്കാരോട് വല്ല പണിയും നോക്കിയപ്പോ ഞങ്ങൾ ഇൻഷുറൻസ് ഞങ്ങൾ അടച്ചോളാം കേട്ടോ. ഓ താങ്ക് യു കേട്ടോ. കേട്ടില്ലേ? അതായത് സാധാരണക്കാരൻ്റെ എല്ലാ ഡേറ്റാബേസുകളും ഇങ്ങനെ മോഷ്ടിച്ച് അവരുടെ നിന്ന് നഖം മുതൽ അവൻ്റെ മരണം, അവൻ്റെ ജീവൻ വരെ മുഴുവൻ വെട്ടി വിഴുങ്ങുന്ന ഈ കോർപ്പറേറ്റുകൾ. ഈ കോർപ്പറേറ്റുകൾക്ക് ഇതിന് മാത്രം ഈ ഡേറ്റാബേസ് വിൽക്കുന്ന കമ്പനികൾ ഈ ഡേറ്റാബേസ് മുഴുവൻ അരിച്ചു പെറുക്കി അതിനകത്തെല്ലാം ഏണിങ്സ് ആക്കി മാറ്റി അവരെ മണ്ണാക്കി വെട്ടി വിഴുങ്ങി തിന്നിട്ട് ഈ അവസാനം നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള പേരിൽ എല്ലാ ഫണ്ടിങ്ങും മുഴുവൻ രാഷ്ട്രീയക്കാരെ അണ്ണാക്കിലോട്ട് തള്ളിയിട്ട് അവസാനം കൊണ്ടുവന്ന് ഈ നാട്ടുകാരെ മുഴുവൻ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് മുഴുവൻ ഇവർ പുട്ടടിച്ച് തിന്നു. ഈ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോരെ? ശരിയല്ലേ? ഇതിങ്ങനെ സാധാരണക്കാരൻ്റെ ഫണ്ട് മുഴുവൻ പിഴിഞ്ഞെടുത്ത് നിന്നിട്ട് അവസാനം ഒരു ചണ്ടി പോലെ ആക്കിയിട്ട് ഈ കോർപ്പറേറ്റുകൾ ഇങ്ങനെ തടിച്ചു കൊടുത്ത് ആനകളെ പോലെയാവും. അതിൻ്റെ രൂപങ്ങൾ മനസ്സിലാവുമല്ലോ. യുവമാർ മാത്രം കോട്ടും സ്യൂട്ടും എല്ലാം വാഴക്കിയിട്ട് നടക്കും. സാധാരണക്കാരൻ എപ്പോഴും ഇങ്ങനെ ഒരു ആവറേജ് ലൈഫ് അവൻ്റെ EMI പഴം പപ്പടം എന്ന് പറഞ്ഞ് അടച്ച് അവനങ്ങ് ജീവിച്ചു തീർക്കും. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഇപ്പം എങ്ങനെ ജീവിക്കണം, ആര് ഇൻഷുറൻസ് എടുക്കണം, അതുപോലെ തന്നെ എവിടുന്ന് ഏത് കടയിൽ നിന്ന് സാധനം മേടിക്കണം, ഇവന്മാരാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തർ. അങ്ങനെ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡിവിജ്വൽസായിട്ട് ജീവിക്കേണ്ടത് ഇവന്മാരെ അടിമകളാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റുകളുടെ അടിമകളാണ് നമ്മളെല്ലാവരും. ഭൂരിപക്ഷം വരുന്ന ഭരണവർഗം കിടക്കട്ടെ, ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ, ഈ സാധാരണക്കാർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ അവർ കാർന്നെടുക്കുമല്ലേ. അങ്ങനെ ജീവിച്ചിട്ട് ഇവരങ്ങനെ ഈ ഈയാമ്പാറ്റകളെപ്പോലെ ഇത്തിക്കണ്ണികളെപ്പോലെ ജീവിച്ചിട്ട് അവസാനം എന്തെങ്കിലും തിരിച്ചു തരുന്നുണ്ടോ? അതിൻ്റെ ബാലൻസ് മുഴുവൻ അടിച്ചു മാറ്റി തിന്നാൻ കുറേ രാഷ്ട്രീയക്കാരുമുണ്ട്. ഈ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലേ എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. ഇതുപോലത്തെ ഉപകാരമുള്ള കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാനും അതുപോലെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും അതുപോലെ തന്നെ വരും ഇലക്ഷനിലെ റിസൾട്ടിൽ ഇതൊന്ന് പ്രതിഫലിക്കട്ടെ. സാധാരണക്കാരൻ്റെ അതായത് ഒരു വിദ്യാഭ്യാസമുള്ളവനെ ഈ അമരത്തിരുത്താനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. കാരണം ഇവിടെ കേരളത്തിലെ അവസ്ഥ അറിയാലോ. അതായത് വിദ്യാഭ്യാസമുള്ളവൻ ഒരു രാഷ്ട്രീയ കക്ഷി തുടങ്ങിക്കഴിഞ്ഞാൽ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവനിവിടെ നിന്ന് കണ്ടം വഴി ഓടിക്കും. അവൻ ഓടി രക്ഷപ്പെട്ട് അവൻ്റെ ജീവനം കൊണ്ട് മരണഭയം കൊണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോലെ തന്നെ ഇവിടെയും വിദ്യാഭ്യാസമുള്ളവൻ അമരത്തിരിക്കട്ടെ, എന്നാലേ ഈ നാട് രക്ഷപ്പെടുള്ളൂ. കാരണം നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന സ്ട്രീറ്റുകളല്ല നമ്മൾ അന്യ സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ. ഓക്കെ, എല്ലാവരും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. ഇതുപോലെ കോർപ്പറേറ്റുകൾക്ക് ഡേറ്റാബേസ് മുഴുവൻ വിൽക്കുന്ന കമ്പനികളെ എടുത്തിട്ട് അറുക്കണം. എല്ലാവരും ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കും കേട്ടോ. ഞാനൊരാൾ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.